ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താനുമായുള്ള റിലേഷൻ നിർത്താനൊരുങ്ങിയ യമുനയെ വീണ്ടും സോപ്പിട്ട് പറഞ്ഞ് മയക്കി തൻ്റെ വരുതിയിലാക്കുക വിശാൽ. തോട്ടത്തിൽ വെച്ച് നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നിനക്ക് നിന്റെ അച്ഛനെ വലുതെന്ന് തോന്നി. നിന്റെ അച്ഛനിപ്പോൾ ഞങ്ങളെയൊന്നും ഇഷ്ടമല്ല. എന്നോട് ഇഷ്ടമുണ്ടെന്ന് നീ പറഞ്ഞ അതുപേക്ഷിക്കാനേ അങ്കിള് പറയൂ. അപ്പോൾ അച്ഛനെ അനുസരിക്കുകയല്ലേ നീ ചെയ്യുക. അതൊക്കെ ഓർത്ത് ഞാൻ ഉറങ്ങിയിട്ട് കൂടിയില്ല നേരം വേണം എന്നവൾ സങ്കടത്തോടെ പറയാതെ ഇപ്പൊ സംശയം മാറിയോ എന്ന് വിശാലും ചിരിയോടെ ചോദിക്കുന്നു. അവളും ഒരു പുഞ്ചിരിയോടെ മാറിയിട തെമ്മാടി എന്ന് പറയേ എങ്കി എൻ്റെ ഒപ്പം വരൂ എന്ന് വിശാലും. എങ്ങോട്ടെന്ന് അവൾ ചോദിക്കേ. ദേ എങ്ങോട്ടെന്ന് ചോദിക്കുന്നത് എന്നെ ഇപ്പോഴും സംശയമുണ്ടെന്ന അതിനർത്ഥം എന്നവൻ പറയേ. അത് സമ്മതിച്ച് അതല്ല വിശാൽ, കാര്യം എന്താണെന്നറിയാൻ എന്ന് യമുനയും. ആ തോട്ടത്തിന്റെ പണം അല്ലെങ്കിൽ ആ തോട്ടം തന്നെ തിരിച്ചു കൊണ്ട് വന്നു തരാമെന്ന് പറഞ്ഞപ്പോൾ യമുന ചിരിച്ചില്ലേ. യമുനയുടെ ഇഷ്ടം പിടിച്ചുപറ്റാൻ വേണ്ടി ഞാൻ വെറുവാക്ക് പറഞ്ഞതല്ലെന്ന് യമുനയ്ക്ക് മനസ്സിലാവണ്ടേ. അതിനുവേണ്ടിയാ ഈ യാത്ര എന്ന് വിശാൽ പറയേ. അതൊന്നും വേണ്ട വിശാൽ, എനിക്ക് നിന്നെ വിശ്വാസാ. നമ്മുടെ വീട്ടുകാർ തമ്മിലുള്ള തർക്കത്തിന്റെ പേരിൽ ഞാനിനി ഒരിക്കലും നിന്റെ അടുത്ത് പിണക്കമോ പരിഭവമോ ഒന്നും കാണിക്കില്ല എന്നവൾ പറയേ. അത് പോരെ യമുന, എന്റെ അച്ഛൻ ചെയ്ത തെറ്റ് എനിക്ക് തിരുത്തണം. നമ്മുടെ ബന്ധത്തിൽ പരസ്പരം പറയാതെ ആണെങ്കിലും അങ്ങനെയൊരു കഥ ബാക്കി കിടക്കാൻ പാടില്ല. അത് വിശാലെ യമുനയ്ക്ക് തരുന്ന ഉറപ്പാ. ഇനി എന്നെ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് എന്റെ കൂടെ വരാം എന്നവൻ പറയേ. അവന്റെ കൈ കവർന്നെടുത്ത് ചേർത്ത് പിടിച്ച് ഞാൻ വരാം വിശാൽ, നീ വിളിച്ച ഏത് നരകത്തിലേക്കും ഞാൻ വരും എന്നവൾ പറയുമ്പോഴേക്കും വിശാലും പുഞ്ചിരിയോടെ പ്രണയത്തോടെ അവളെ തന്നെ നോക്കി നിൽപ്പാ. അവരുടെ ആ നിൽപ്പ് അങ്ങോട്ട് വന്ന അദീനയും ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് വിശാൽ യമുനയും ഒന്നിച്ച് ഒരു കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. പുറകിൽ ഒരു ബുള്ളറ്റിൽ അവന്റെ ഫ്രണ്ട്സുമുണ്ട്. അതിലൊരുവൻ മറ്റവനോടായി ചോദിക്കുന്നുണ്ട്, എടാ മാർത്താണ്ഡത്തിന് പോകുമെന്നല്ലേ വിശാൽ പറഞ്ഞത്? അവൻ അവിടേക്ക് തന്നെയാ അവളെയും കൊണ്ട് പോകുന്നതെന്ന് തോന്നുന്നു. പക്ഷേ അവൾ അവനോട് പിണങ്ങിയിരിക്കല്ലായിരുന്നോ? പിന്നെങ്ങനെ എന്നവൻ ചോദിക്കേ. അതാടാ ഈ പ്രേമത്തിന്റെ ഒരു മാജിക്ക്. പുറമേ നിൽക്കുന്നവരെ കാണുന്നതൊന്ന്, അകത്തുള്ളവർക്ക് ഫീൽ ചെയ്യുന്നത് വേറൊന്ന്. അതാണ് എന്ന് അവനും പറഞ്ഞു നിർത്തുകയാ. വിശാൽ, നമ്മളിത് എങ്ങോട്ടാ പോകുന്നത് എന്ന് യമുന ചോദിക്കേ. ദേ എന്നെ വിശ്വാസമാണെന്ന് പറഞ്ഞത് എന്ന് പരിഭവത്തോടെ വിശാലും ചോദിക്കുന്നുണ്ട്. സുല്ല് ഇനി ചോദിക്കുന്നില്ലെന്ന് യമുനയും. എന്നാലും ചെറിയ ടെൻഷൻ ഉണ്ടല്ലേ എന്ന് വിശാൽ ചോദിക്കേ. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്ന് യമുനയും. അച്ഛന്റെ തോട്ടം തിരിച്ചു വിരിച്ചോണ്ട് വരുമ്പോ ഈ ടെൻഷനൊക്കെ മാറുമെന്നേ, വീട്ടുകാർക്കും സന്തോഷമാവും എന്ന് വിശാൽ പറയേ. നടക്കുമല്ലോ അല്ലേ വിശാലെ എന്ന് യമുനയും ചോദിക്കുക. ദേ പിന്നെയും എന്ന് പരിഭവത്തോടെ വിശാൽ പറയേ. സോറി എനിക്ക് അവിശ്വാസമൊന്നുമില്ല. ഇതിന്റെ പേരിൽ പിന്നെയും പിണങ്ങല്ലേ. മിണ്ടാതിരിക്കുമ്പോ എനിക്ക് നെഞ്ചു പൊട്ടി പോകുന്ന പോലെ തോന്നുക എന്ന് യമുന പറയുന്നത് കേൾക്കെ പുഞ്ചിരിയോടെ വണ്ടി ഓടിക്കുക വിശാൽ. സൈഡ് മിററിലൂടെ പുറകിൽ വരുന്ന ഫ്രണ്ട്സിനെ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. യമുന വീണ്ടും ചോദിക്കുക, അല്ല വിശാൽ, തോട്ടം തിരിച്ചു തന്ന വിശാലിന്റെ അച്ഛന് വിശാലിനോട് ദേഷ്യം തോന്നില്ലേ? സംശയം എന്താ, ചീത്തവിളി മാത്രമല്ല ഇത്തവണ വീട്ടിൽ കയറ്റുമോന്ന് പോലും സംശയമാ. ചിലപ്പോ അടി കിട്ടാനും സാധ്യതയുണ്ട്. പിന്നെ അച്ഛനല്ലേ, നിന്ന് കൊള്ളേണ്ടി വരും എന്നവൻ പറയേ. വിശാല് പിന്നെ എന്തിനാ ഇത്രയും റിസ്ക് എടുക്കുന്നേ എന്ന് യമുനയും ചോദിക്കുന്നുണ്ട്. എടി നിനക്ക് വേണ്ടിയാ പെണ്ണെ, നിനക്ക് വേണ്ടിയെന്ന് പറഞ്ഞാ അത് നമുക്ക് വേണ്ടിയാ. നിന്റെ സന്തോഷത്തിന് വേണ്ടി കുറച്ച് വേദന അനുഭവിക്കാനും ഞാൻ തയ്യാറാ എന്നവൻ പറയുന്നത് കേൾക്കെ മനസ്സ് നിറഞ്ഞ് വിശാൽ എന്ന് വിളിക്കുക യമുന. അവനും പ്രണയത്തോടെ അവളുടെ കൈ കോർത്തുപിടിച്ച് ഗിയർ മാറ്റുകയാണ്. ഇനിയുള്ള യാത്രയൊക്കെ നമ്മൾ ഒരുമിച്ച യമുന. ആരൊക്കെ എതിർത്താലും എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും എന്ന് വിശാൽ പറയുമ്പോഴാണ് യമുന പുറത്തേക്ക് നോക്കി, അല്ല വിശാൽ, നമ്മൾ കുറെ ദൂരം പോകുന്നുവല്ലേ എന്ന് ചോദിക്കുന്നത്. ഉവെന്ന് വിശാൽ പറയേ. എന്നെ നേരം വൈകിയ വീട്ടിൽ അന്വേഷിക്കും കേട്ടോ എന്നവൾ ഓർമ്മിപ്പിക്കേ. അങ്ങനെ അന്വേഷിക്കാൻ ഇടവരുത്താതെ നിന്നെ കൃത്യസമയത്ത് വീട്ടിലെത്തിക്കുക എന്നുള്ളത് എന്റെ മാത്രം ചുമതലയാ. എന്റെ സംശയമുണ്ടോ എന്നവൻ ചോദിക്കുക. ഇല്ലേ എന്ന് ചിരിയോടെ അവളും. അപ്പോഴും അവന്റെ ഫ്രണ്ട്സ് വണ്ടിയുമായി അവരുടെ പുറകെ തന്നെയുണ്ട്. പിന്നീട് വൈകുന്നേരം 4:45 യമുനയെ കാണാഞ്ഞ് അവളുടെ മൊബൈലിലേക്ക് ടെൻഷനോടെ ട്രൈ ചെയ്തുകൊണ്ട് നടപ്പാ ശാരദ. സോഫയിലിരുന്ന് തുന്നുകയായിരുന്ന ഗംഗയും അത് ശ്രദ്ധിച്ച് 4:45 യമുന ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് മനസ്സിൽ ഓർക്കുന്നുണ്ട്. അപ്പോഴേക്കും വിശാലിന്റെ കാർ യമുനയെയും കൊണ്ട് തോട്ടത്തിന് നടുവിൽ ആൾപ്പാർപ്പില്ലാത്ത ഒരു വീടിന് മുറ്റത്തെത്തിയിരുന്നു. യമുന കാണാതിരിക്കാൻ അവന്റെ ഫ്രണ്ട്സും അവരുടെ വണ്ടി തോട്ടത്തിനുള്ളിലേക്ക് കയറ്റി മാറ്റി നിർത്തുകയാണ്. വിശാൽ അവളെയും കൊണ്ട് കാറിൽ നിറങ്ങുമ്പോഴേക്കും അവന്റെ ഫ്രണ്ട്സും മതിലിനപ്പുറത്തു നിന്ന് ഒളിഞ്ഞു നോക്കുകയാ. അവൻ അവളെയും കൊണ്ട് ആ വീടിനകത്ത് കയറി ഡോർ ലോക്ക് ചെയ്യുമ്പോഴേക്കും അങ്ങോട്ട് വന്ന് ഒളിഞ്ഞു നോക്കുന്ന അവന്റെ ഫ്രണ്ട്സും ചിരിയോടെ പരസ്പരം നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗംഗയും കാവേരിയും സ്കൂട്ടിയിൽ അദീനയുടെ വീട്ടിലെത്തിയിരുന്നു. അവർ സ്കൂട്ടി നിർത്തുന്ന ശബ്ദം കേട്ട് അദീന വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ആ കുട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് ഗംഗേച്ചി, അകത്തോട്ട് പോണ്ടായെന്ന് കാവേരി പറയുമ്പോഴേക്കും അദീന അങ്ങോട്ട് എത്തുകയാണ്. അദീനയല്ലേന്ന് കാവേരി ചോദിക്കേ. അതെ, യമുനയുടെ ചേച്ചി വരുമെന്ന് അമ്മ വിളിച്ചു പറഞ്ഞിരുന്നു എന്ന് അദീനയും പറയുന്നുണ്ട്. അദീനയുടെ അമ്മ തുണി തയ്ക്കാൻ തരുന്നത് എന്റെ അടുത്ത നമ്പരുണ്ടായിരുന്നു കയ്യിലെന്ന് ഗംഗ പറയേ. മോളുടെ കാര്യം യമുന എപ്പോഴും പറയുമെങ്കിലും ആദ്യമായിട്ട് കാണുന്നത് ഇപ്പോഴാ എന്ന് കാവേരിയും പറയേ. അകത്തേക്ക് ഇരിക്കാൻ ചേച്ചി
എന്നതിന അവരെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. വേണ്ട മോളെ, യമുനയുടെ കാര്യമൊന്ന് അറിഞ്ഞാൽ മതി എന്ന് ഗംഗ ടെൻഷനോടെ പറയേ. അവൾ ഇതുവരെ വന്നില്ലല്ലേ? ഉച്ചവരെ അവള് കോളേജിലുണ്ടായിരുന്നു ചേച്ചി, ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിൽ കണ്ടില്ല എന്നതിനെ പറയേ. എന്നിട്ട് നിങ്ങളാരും അന്വേഷിച്ചില്ലേ എന്ന് കാവേരിയും ചോദിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സിൽ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഇന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ്. അവൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവള് മുങ്ങിയതായിരിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത് എന്നതിനെ പറയേ. എവിടേക്കാ പോകുന്നതെന്ന് നിങ്ങൾ ഫ്രണ്ട്സിനോട് ആരോടെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ഗംഗയും ചോദിക്കുന്നുണ്ട്. ഇല്ല, യമുനയെ കാണാനില്ലെന്ന് അമ്മ പറഞ്ഞപ്പോഴേ ഞാൻ ഓരോരുത്തരെയും വിളിച്ചു ചോദിച്ചു. അവരോട് ആരോടും ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് അതിനെ പറയേ. ഒരു ടെൻഷനോടെ കാവേരിയൊന്ന് നോക്കി പോവാമെന്ന് പറഞ്ഞ് സ്കൂട്ടിയിലേക്ക് കയറുകയാ ഗംഗ. അപ്പോഴേക്കും അതിനെ വിളിക്കുന്നുണ്ട്. പിന്നെ ചേച്ചി, ഒരു കാര്യം കൂടി പറയണമെന്നുണ്ടായിരുന്നു. അത് ചേച്ചി പറയുന്നുണ്ടോന്നും തോന്നരുത്. യമുനയെ കാണാതായ സമയം മുതലേ വിശാലിനെയും ക്ലാസ്സിൽ കാണാനില്ല എന്നവൾ പറയുന്നത് കേൾക്കെ സംശയത്തോടെ നിൽപ്പാ കാവേരിയും ഗംഗയും. സമയം വൈകുന്നത് കണ്ട് യമുനയും കട്ടിലിരുന്ന് മൊബൈൽ നോക്കിയിരിക്കായിരുന്ന വിശാലിന്റെ അരികിലേക്ക് ചെന്ന്, വിശാൽ, എനിക്ക് വീട്ടിൽ പോണം. അല്ല, ആരോ വരുമെന്ന് പറഞ്ഞല്ലേ നീ എന്നെ ഇത്ര നേരം പിടിച്ചു നിർത്തിയത്? ഇപ്പൊ സമയം എത്രയായി എന്ന് യമുന ചോദിക്കേ. വരുമെന്നാ വിചാരിച്ചത്, വന്നില്ല. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് വിശാലും ഒരു ഒഴുക്കമട്ടി പറയുന്നുണ്ട്. അടുത്തെവിടെയോ പോകുമെന്നല്ലേ ഞാൻ വിചാരിച്ചത്. ഇതിപ്പോ പുഷ്പവാടി ചുരമിറങ്ങി മാർത്താണ്ഡം വരെ വന്നു. അച്ഛൻ തോട്ടത്തിന്റെ പണം കൊടുത്ത രേഖകളുമായി ഒരാൾ വരുമെന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പൊ നേരം ഒരുപാട് വൈകി വിശാൽ എന്ന് യമുന ടെൻഷനോടെ പറയേ. ഒരു ചിരിയോടെ അവളുടെ തോളത്ത് കൈവച്ച്, യമുന ടെൻഷൻ ആവല്ലേ എന്ന് വിശാൽ പറയുമ്പോഴേക്കും യമുന അവനെ തള്ളി മാറ്റുകയാ. വിശാൽ ചിരിക്കുമ്പോഴേക്കും, ചിരിക്കാതെ വിശാൽ, എന്നെ ഇപ്പോ വീട്ടിൽ അന്വേഷിക്കുന്നുണ്ടാവും. എന്തെങ്കിലും വീട്ടിൽ വിളിച്ച് പറയാന്ന് വെച്ചാ ഫോണിലെ ചാർജും തീർന്നു. എവിടെന്നെങ്കിലും ഒരു ചാർജർ കിട്ടോ എന്ന് യമുന ചോദിക്കേ. ചാർജർ ഒന്നുമില്ല, ദാ എന്റെ ഫോണുണ്ട്, ഇതിന്ന് വിളിച്ചു പറ എന്ന് പറഞ്ഞ് തന്റെ മൊബൈൽ അവളുടെ കയ്യിലേക്ക് കൊടുക്കുക വിശാൽ. അവൾ ടെൻഷനോടെ വിശാൽ എന്ന് പറഞ്ഞ് ആ മൊബൈൽ അവന്റെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്ത്, വേറെ ഫോണൊന്നുമില്ലേ എന്നവൾ ചോദിക്കേ. നീ വേറെ ഫോണിൽ നിന്ന് വിളിച്ചാലേ നീ എവിടെയാണെന്ന് പറയും എന്നവൻ ചോദിക്കുക. വിശാൽ, എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവിട് വിശാൽ എന്നവൾ പരിഭ്രമത്തോടെ പറയേ. യമുനെ, കൊണ്ടുവിടാമെന്ന് ഞാൻ എപ്പോഴേലും പറഞ്ഞിരുന്നു എന്നവനും ചോദിക്കുന്നുണ്ട്. തമാശ കള വിശാൽ, നമുക്കേ ഇപ്പോഴേ അങ്ങ് തിരിക്കാം. ഇപ്പൊ ഇറങ്ങിയാൽ തന്നെ വീട്ടിലെത്തുമ്പോ വൈകും. ഇപ്പോ എന്റെ വീട്ടിൽ അന്വേഷിച്ചു തുടങ്ങിക്കാണും എന്നവൾ പരിഭ്രമത്തോടെ പറയേ. ഇപ്പൊ ഇറങ്ങിയിട്ട് നമ്മൾ എങ്ങോട്ട് പോവാനായെന്ന് വിശാലും. അയ്യോ, ഇനി ഇങ്ങോട്ട് ആരും വരുമെന്ന് തോന്നുന്നില്ല വിശാൽ, നമുക്ക് പോവാം വിശാൽ പ്ലീസ് എന്ന് യമുന പറയേ. ഒരു ചിരിയോടെ, ഇങ്ങോട്ട് ആരെങ്കിലും വരാനുണ്ടെന്ന് നിനക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ എന്നവൻ ചോദിക്കുന്നവൾക്ക് പരിഭ്രമത്തോടെ വിശാൽ എന്ന് വിളിക്കുക യമുനയും. ഇങ്ങോട്ടാരും വരാനും പോകുന്നില്ല, ഇവിടെ നിന്നാരും വെളിയിൽ പോവാനും പോകുന്നില്ല. വേണമെങ്കിൽ ഈ ഫോണിൽ നിന്ന് വിളിച്ചു പറയേ. ഈ രാത്രി വിശാലിന്റെ ഒപ്പമാണെന്നും നാളെ വീട്ടിലേക്ക് എത്തിക്കോളാമെന്നും എന്നവൻ പറയുന്നത് കേൾക്കെ ടെൻഷനോടെ, നാളെയോ എന്ന് അവളും ചോദിക്കുക. ആ നാളെ, നമുക്ക് ഇന്ന് രാത്രി ജോളിയായിട്ട് രാത്രി കൂടാമെന്നേ എന്നവൻ പറയേ സങ്കടത്തോടെ. നിന്റെ കൂടെ ഞാൻ വരാൻ പാടില്ലായിരുന്നു വിശാൽ, നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ എന്നവളും ചോദിക്കുന്നുണ്ട്. അവൻ വീണ്ടും ഒരു ചിരിയോടെ, അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലാവുന്നത്? നിന്റെ അച്ഛനെ എന്റെ അച്ഛൻ പറ്റിച്ച് ഒരു തോട്ടം സ്വന്തമാക്കി, അത് ഞാൻ തിരിച്ചു വാങ്ങിച്ചു തരും അല്ലേ എന്നവൻ പരിഹാസത്തോടെ ചോദിക്കുന്നുണ്ട്. അതല്ലേ നീ എന്നോട് പറഞ്ഞത് എന്ന് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് യമുനയും ചോദിക്കുക. ഞാൻ എന്റെ അച്ഛനെ ചതിക്കുമെന്ന് നീ കരുതിയോ? ദൈവത്തെ പോലെ കാണുന്ന എന്റെ അച്ഛനെ, നിനക്ക് മാത്രമേ അച്ഛൻ സ്നേഹമുള്ളൂ, എനിക്കൊന്നും പാടില്ല? എങ്ങനെ എന്നവൻ പരിഹാസത്തോടെ ചോദിക്കേ. വിശാൽ, എനിക്കൊന്നും വേണ്ട, എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോയി വിട് എന്നവൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ എങ്ങനടി? നിന്റെ അച്ഛന്റെ ഒസ്യത്ത് മുഴുവൻ വാങ്ങിച്ചോണ്ട് പോയാ മതി നീ എന്നവൻ പറയേ. എനിക്ക് വീട്ടിൽ പോണം വിശാൽ എന്ന് പറഞ്ഞ് അവൾ ആ റൂമിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും അവൻ അവളെ പിടിച്ചു തള്ളി കട്ടിലിലേക്കിട്ട്, അവിടെ കിടക്കാൻ പറഞ്ഞ അവിടെ കിടന്നാ മതി, നീ എപ്പോ പോണമെന്നും എങ്ങനെ പോണമെന്നും ഈ വിശാൽ തീരുമാനിക്കും എന്ന് താക്കീതോടെ പറഞ്ഞ് പെട്ടെന്ന് ആ റൂമിൽ നിന്ന് ഇറങ്ങി. ആ റൂമിന്റെ ഡോർ പുറത്തു നിന്ന് ലോക്ക് ചെയ്യുകയാണ്. വിശാൽ എന്ന് വിളിച്ച് അവൾ ഓടിച്ചെന്ന് ആ ഡോറിൽ തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും അവൻ തുറക്കാത്തതിനാൽ അവൾ ജനലിനരികിൽ ചെന്ന് അതിന്റെ ഡോർ തുറന്നിട്ട് പുറത്തേക്ക് നോക്കി. വിശാൽ, എന്നെ തുറന്നു വിട് വിശാൽ, വിശാൽ എന്ന് വിളിച്ച് പൊട്ടിക്കരയുമ്പോഴേക്കും വിശാലും ജനലിനപ്പുറത്തേക്ക് വന്ന്, നിലവിളിക്കടി, ഇനിയും ഉച്ചത്തിൽ നീ നിലവിളിക്കെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോവുകയാണ്. വിശാൽ, വാതിൽ തുറക്ക് വിശാൽ, എനിക്ക് വീട്ടിൽ പോണം വിശാൽ, എന്നെ വീട്ടിലാക്ക് വിശാൽ പ്ലീസ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുക യമുനയും. രാത്രിയായിട്ടും യമുന വീട്ടിലെത്താത്തതിനാൽ സങ്കടത്തോടെ കരഞ്ഞിരിപ്പ ശാരദയും. അപ്പുറത്തെ സോഫയിൽ രാധമ്മയും കരഞ്ഞു വിളിച്ചിരിപ്പ. പരിഭ്രമത്തോടെ നീള യമുനയുടെ മൊബൈലിലേക്ക് ട്രൈ ചെയ്തുകൊണ്ട് നടപ്പാം. അപ്പോഴാണ് അമ്മയെന്ന് നീട്ടി വിളിച്ച് കാവേരിയും ഗംഗയും അങ്ങോട്ടെത്തുന്നത്. അവരുടെ വിളി കേട്ട് ശാരദ പ്രതീക്ഷയോടെ എഴുന്നേൽക്കുമ്പോഴേക്കും അങ്ങോട്ടെത്തിയ കാവേരിയോടും ഗംഗയോടുമായി, എവിടെ യമുനയെ കണ്ടില്ലേ നിങ്ങള് എന്ന് ചോദിക്കെ. ഈ സമയത്തിനുള്ളില് അവൾ ഇവിടേക്ക് വന്നു കാണുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് എന്ന് ഗംഗ പറയുന്നത് കേട്ട്, എന്റെ ദൈവമേ, എന്റെ മോളെന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ച് നിലവിളിക്കുകയാ ശാരദ. ഈശ്വര, എന്റെ കൊച്ചു എവിടെ പോയി എന്ന് പറഞ്ഞ് ശാരദ നിലവിളിക്കുമ്പോഴേക്കും
കാവേരി തന്റെ ബാഗിൽ നിന്ന് മൊബൈൽ എടുത്ത് യമുനയെ ട്രൈ ചെയ്യുന്നുണ്ട്. യമുനേച്ചിയെ ഞാൻ ഈ മൊബൈലിൽ നിന്ന് ഒരുപാട് വിളിച്ചു, സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നതെന്ന് നിളയും പറയുന്നുണ്ട്. സ്വിച്ച് ഓഫ് തന്നെയാ എന്ന് കാവേരിയും. അത് കേട്ട് ശാരദയും നിലവിളിച്ചുകൊണ്ട് അയ്യോ എന്റെ കുഞ്ഞ് എവിടെ പോയിടി എന്ന് ചോദിക്കെ വിഷമിക്കാതെ അമ്മേ നോക്കാമെന്ന് കാവേരിയും ആശ്വസിപ്പിക്കുക. ഇനി കരഞ്ഞു വിളിച്ച് നാട്ടുകാരെ കൂടി അറിയിക്കാതെടി എന്ന് രാധമ്മയും ശാരദയെ വഴക്കു പറയുന്നുണ്ട്. കാവേരിയും അമ്മയെ ചേർത്ത് പിടിച്ച് അമ്മ പറയുന്ന ഒന്ന് കേൾക്ക്, യമുനയ്ക്കൊന്നും പറ്റിയിട്ടില്ല, അവളിങ്ങ് വരും, നമ്മൾ കൊണ്ടുവരും, അമ്മ കരയരുത്, കരയാതിരിക്കമ്മേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോഴേക്കും വിനീതും അങ്ങോട്ട് വരുന്നുണ്ട്. ഗംഗേ എന്നവൻ വിളിക്കെ യമുനയെ കാണാനില്ല വിനീതേട്ടാ, 4:30 ഇവിടെ വരുന്നവളാ, ഇപ്പൊ സമയം 7:30 എന്ന് ഗംഗ പറയെ കോളേജിൽ അന്വേഷിച്ചില്ലേ എന്ന് വിനീത് ചോദിക്കുന്നുണ്ട്. കോളേജിലൊക്കെ അന്വേഷിച്ചു, അവിടെങ്ങും ഒറ്റ മനുഷ്യരില്ല, അന്വേഷിച്ചപ്പോ ഉച്ചയ്ക്ക് ശേഷം അവള് ക്ലാസ്സിൽ കയറിയിട്ടില്ലെന്നാ പറഞ്ഞത് എന്ന് ഗംഗ പറയുന്നത് കേൾക്കെ ശാരദ വീണ്ടും ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. അത് കേട്ട് കാവേരിയും ദേഷ്യത്തോടെ ഇതിപ്പോ അമ്മയുടെ മുന്നിൽ വെച്ച് പറയണമായിരുന്നു എന്ന് ചോദിക്കേ ഇനിയിപ്പോ പറയാതിരുന്നിട്ട് എന്താ കാര്യം, ഇനി കൂട്ടുകാരുടെ വീട്ടിലെങ്ങാനും എന്ന് വിനീത് സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അവിടെയൊക്കെ അന്വേഷിച്ചു, അവരാ പറഞ്ഞത് യമുന ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിൽ കയറിയിട്ടില്ലെന്ന് എന്ന് ഗംഗ പറയുമ്പോഴേക്കും ശാരദയും കരഞ്ഞു വിളിച്ചുകൊണ്ട് വിനീതിന്റെ അരികിലേക്ക് ചെന്ന് മോനെ വിനീതേ എന്റെ മോനെ കണ്ടുപിടിച്ചതാ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോഴേക്കും അമ്മയ്ക്ക് അറിയാതെ നമുക്കവളെ കണ്ടുപിടിച്ചോണ്ട് വരാം എന്ന് വിനീതും ആശ്വസിപ്പിക്കുക. വിനീതേട്ടെന്ന് വിളിച്ച് നിളയും വിനീതേട്ടനെ ചേർത്ത് പിടിക്കെ കരയാതെ മോളെ എന്നവൻ ആശ്വസിപ്പിക്കുന്നുണ്ട്. എനിക്ക് പേടിയാവുന്നു വിനീതേട്ടാ, യമുനേച്ചിക്ക് എന്തേലും പറ്റിയോ എന്നവൾ ചോദിക്കെ പേടിക്കണ്ട മോളെ, യമുനേച്ചിക്ക് ഒന്നും പറ്റിയിട്ടില്ല, വിനീതേട്ടൻ കണ്ടുപിടിച്ചോണ്ട് വരും, പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞവളെ ആശ്വസിപ്പിച്ച് കാവേരിയെയും ഗംഗയെയും വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ശാരദ വീണ്ടും സങ്കടത്തോടെ ഓരോന്ന് വിളിച്ച് പറയുമ്പോഴേക്കും പതുക്കെ നാട്ടുകാരറിയും എന്ന് രാധമ്മ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാ അമ്മയ്ക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നതെന്ന് ചോദിച്ച് ശാരദ വീണ്ടും നിലവിളിക്കുകയാണ്. എടി അവള് തിരിച്ചു വരും എന്ന് രാധമ്മ ആശ്വസിപ്പിക്കുക. ഈശ്വര എന്റെ കുഞ്ഞിനെ കാത്തോണേ എന്ന് പറഞ്ഞ് ശാരദ വീണ്ടും നിലവിളിക്കുകയാണ്. അവൾ എവിടെയും പോകത്തില്ല, തിരിച്ചു വരുമെന്ന് പറഞ്ഞ് രാധമ്മയും ശാരദയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. വിനീത് സിറ്റൗട്ടിലേക്ക് എത്തുമ്പോഴേക്കും പുറകെ വരുന്ന കാവേരിയും വിനീതേട്ടാന്ന് വിളിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് കോളേജിന് പോയി എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങോട്ട് പോയിരിക്കാനാണ് സാധ്യത എന്നവൻ ചോദിക്കേ വിനീതേട്ടാ ഒരു സംശയം, യമുനയുടെ മിസ്സിങ്ങും വിശാലുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് എനിക്കൊരു തോന്നല്, എനിക്കും അങ്ങനെ തന്നെയാ സംശയം, അവൾ ഇനി വിശാലിന്റെ ഒപ്പം ആയിരിക്കോ എന്ന് ഗംഗയും ചോദിക്കേ അവന്റെ ഫോൺ നമ്പർ കയ്യിലുണ്ടോ എന്ന് വിനീതും ചോദിക്കുന്നുണ്ട്. ഉണ്ടല്ലോ എന്ന് കാവേരി പറയെ വിളിച്ചു നോക്കെന്ന് വിനീതും. അവൾ അവന്റെ മൊബൈലിലേക്ക് വിളിച്ചു നോക്കുമ്പോഴേക്കും അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. എല്ലാവരും എന്താ സ്വിച്ച് ഓഫ് എന്ന് സംശയത്തോടെ ഗംഗയും ചോദിക്കുന്നുണ്ട്. നമുക്ക് സംശയം ഉറപ്പിക്കാമെന്ന് തോന്നുന്നു വിനീതേട്ടാ, വിശാല് തന്നെ ഇതിന്റെ പിന്നിൽ എന്ന് കാവേരിയും ഉറപ്പിച്ച് പറയുന്നുണ്ട്. അവിടെ തന്റെ വീട്ടിൽ ഹാളിലെ സോഫയിലേക്ക് വന്നിരിക്കുന്ന ജയപാലനും പ്രവീണയെ വിളിച്ച് പ്രവീണെ എന്റെ മൊബൈൽ അവിടെ ചാർജിൽ ഇട്ടിട്ടുണ്ട്, എടുത്തോണ്ട് വാ എന്ന് വിളിച്ച് പറയുമ്പോഴേക്കും പ്രവീണ മൊബൈൽ കൊണ്ട് കൊടുക്കുകയാണ്. എടി വിശാൽ വിളിച്ചായിരുന്നോ എന്ന് ജയപാലൻ ചോദിക്കേ. വൈകിട്ട് വിളിച്ചിരുന്നു എന്ന് പ്രവീണയും. അവനവിടെ തങ്ങുവാണോ അതോ മടങ്ങുമോ എന്ന് ജയപാലൻ ചോദിക്കേ. ഇന്ന് മിക്കവാറും മടക്കമില്ലെന്നാ പറഞ്ഞത് എന്ന് പ്രവീണയും പറയുന്നുണ്ട്. ദൂരമുണ്ടേ, ബാംഗ്ലൂർ അല്ലയോ, രാത്രി യാത്ര പറ്റുന്നില്ലെങ്കിൽ അവൻ രാവിലെ പോരട്ടെ, അതാ നല്ലത്, വനത്തിൽ കൂടി പോരേണ്ടതല്ലയോ എന്ന് ജയപാലൻ പറയുമ്പോഴേക്കും കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേൾക്കുക. അതാരാ ഡി നീ പോയി നോക്കെന്ന് പറഞ്ഞ് പ്രവീണയെ പറഞ്ഞു വിടുകയാ ജയപാലൻ. പ്രവീണ ചെന്ന് ഡോർ തുറക്കുമ്പോഴേക്കും സിറ്റൗട്ടിൽ നിൽപ്പ കാവേരിയും ഗംഗയും വിനീതും. കാവേരി ചോദിക്കുന്നുണ്ട് ഞങ്ങളെ മനസ്സിലായി കാണുമല്ലോ അല്ലേ, ഞങ്ങൾക്ക് അകത്തേക്കൊന്നും വരണമായിരുന്നു. അവരെ കണ്ട് പ്രവീണയും പരിഭ്രമത്തോടെ ജയപാലേട്ടാ ഒന്നിങ്ങ് വന്നേ എന്ന് നീട്ടി വിളിക്കേ. ആരാവിടെ എന്ന് ജയപാലൻ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഇവര് ചുമ്മാ നമ്മുടെ സമയം മെനക്കെടുത്ത അങ്ങോട്ട് ഇടിച്ചു കയറ് കാവേരി എന്ന് ഗംഗയും പറയുന്നുണ്ട്. അത് കേട്ട് മാറി നിൽക്കുന്നുണ്ടോ എന്ന് പറഞ്ഞവരെ തള്ളിമാറ്റി കാവേരിയും പുറകെ ഗംഗയും വിനീതും അകത്തേക്ക് കയറുകയാ. ജയപാലനും അങ്ങോട്ട് എണീറ്റ് വന്ന് എന്താ നിങ്ങൾക്ക് ഇവിടെ കാര്യം എന്ന് ചോദിക്കേ. പേടിക്കണ്ട, ഇടിയോ റെയ്ഡോ ഒന്നുമില്ല, ഞങ്ങൾക്ക് വിശാലിനെ ഒന്ന് കാണണമായിരുന്നു എന്ന് കാവേരിയും പറയുന്നുണ്ട്. മര്യാദയില്ലാതെ വീട്ടിലേക്ക് ഇടിച്ചു കയറി നിന്നിട്ട് വിശാലിനെ കാണണമെന്നും ഇറങ്ങടി പുറത്ത് എന്ന് ജയപാലനും ഒച്ചവെക്കുക. ഗംഗയും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്, മടിയിൽ കനമില്ലെങ്കിൽ വഴിയിൽ പേടി വേണ്ടെന്നല്ലേ എന്നവൾ ചോദിക്കേ. നിന്നെയൊക്കെ എനിക്ക് പേടിയോ, നീയൊക്കെ എനിക്ക് മുമ്പിൽ വെറും കീടമാ എന്ന് ജയപാലൻ പറയേ. വിനീതും ചിരിയോടെ പറയുന്നുണ്ട് സാറ് വലിയ പുലിയാണെന്നുള്ളത് സമ്മതിച്ചു, പക്ഷേ ഈ കീടങ്ങൾക്കിപ്പോ വിശാലിനെ ഒന്ന് കാണണം, അത് കേട്ട് മനസ്സില്ലെങ്കിൽ എന്ന് ജയപാലനും. എന്റെ അനിയത്തി യമുനയെ കാണുന്നില്ല, അവളുടെ കൂടെ പഠിക്കുന്ന വിശാലിനെ അവളെ പറ്റി എന്തെങ്കിലും വിവരമുണ്ടോന്ന് അറിയാനാ ഞങ്ങൾ വന്നത് എന്ന് യമുന ചോദിക്കേ. പറയാൻ മനസ്സില്ലെങ്കിൽ അവനെ ഇപ്പോ കാണാൻ പറ്റത്തില്ലെന്ന് ജയപാലനും. സാറ് നേരെയാണെങ്കിൽ വിശാലിനെ കണ്ട് ഞങ്ങൾ അങ്ങ് പോവും, ഇനി നേരെ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവനെ കൊണ്ടേ പോവൂ എന്ന് വിനീത് ഭീഷണിപ്പെടുത്തേ. അവന്റെ ഷർട്ടിന്റെ കോളറിനിട്ട് പിടിച്ചോണ്ട് എന്തുവാടാ എന്ന് ചോദിക്കേ. ഇയാൾക്കെന്താ മലയാളം പറഞ്ഞ മനസ്സിലാവില്ലേ എന്ന് വിനീതും. പ്രവീണയും അങ്ങോട്ട് വന്ന് ദേ വീട്ടിൽ കയറി വന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്, വിശാൽ ഇവിടെയില്ല, അവൻ അവന്റെ ചേച്ചി രാഗിണിയെ കാണാൻ ബാംഗ്ലൂരിലേക്ക് പോയിരിക്കുക
എന്ന് പ്രവീണ പറയുന്നത് കേൾക്ക് സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത് എന്ന് ഗംഗയും ചോദിക്കുന്നുണ്ട്. ഭഗവാനാണേ സത്യം, ഈ ചെറുക്കനെയും കൊണ്ട് വേഗം പോകങ്ങേ എന്ന് പ്രവീണ പറയുമ്പോഴേക്കും ജയപാലനും വിനീതിന്റെ ഷർട്ടിലെ പിടിവിടുകയാണ്. ജയപാലിനെ ഒന്ന് തുറിച്ചു നോക്കിക്കൊണ്ട് നമുക്ക് പോവാം വിനീതേട്ടാ എന്ന് കാവേരി പറയുന്നുണ്ട്. അതാ നല്ലത് എന്ന് ജയപാലനും പുച്ഛത്തോടെ പറയേ കാവേരി ഗംഗയെയും വിനീതിനെയും വിളിച്ച് അവിടെ നിറങ്ങുകയാ. അപ്പോഴേക്കും ജയപാലൻ വീണ്ടും വിളിച്ച് പറയുന്നുണ്ട്, അതേ നിന്റെയൊക്കെ അനിയത്തില്ലയോ വല്ലവന്റെ കൂടെ വേലി ചാടി പോയി കാണും. ഇവിടല്ല വല്ല ഹോട്ടലിലോ ലോഡ്ജിലോ ഒക്കെ പോയി അന്വേഷിക്കുക കേട്ടോ, ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോ എന്ന് പരിഹസിക്കുന്നത് കേൾക്കെ മുറ്റത്ത് നിന്ന് അത് കേട്ടു നിൽക്കുകയായിരുന്ന കാവേരിയും ദേഷ്യത്തോടെ സീറ്റൗട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും ജയബാലൻ പെട്ടെന്ന് മുണ്ടോർ അടയ്ക്കുകയാ. ഗംഗയും കാവേരിയോടായി പറയുന്നുണ്ട്, നമുക്കിപ്പോ സമയം കളയാനില്ല, എത്രയും പെട്ടെന്ന് യമുനയെ കണ്ടെത്തണം, വാ പോവാമെന്ന് വിളിക്കേ കാവേരിയും വിനീതും അവളുടെ പുറകെ പോവുകയാണ്. വാതിലടച്ച പ്രവീണയോടായി ജയപാലൻ തട്ടിക്കയറുന്നുണ്ട്. നീ എന്തിനാടി വാതിലടയ്ക്കുന്നേ? ജയപാലേട്ടൻ ഇത് എന്തിന്റെ കേടാ ഇവളുമാരോടൊക്കെ പോയി വഴക്കിടാനായിട്ട് എന്ന് പ്രവീണ ചോദിക്കേ. ഡി കുത്തി കുത്തി അവൾ എന്റെ വീടിനകത്തോട്ട് കയറി എന്ന് ജയപാലൻ ദേഷ്യത്തോടെ പറയേ. അല്ല ജയപാലേട്ടാ, യമുനയെ കാണാനില്ലെന്ന് പറഞ്ഞത് സത്യമായിരിക്കോ എന്ന് പ്രവീണയും ചോദിക്കുന്നുണ്ട്. എടി അവൾ എവിടെയെങ്കിലും പോയി ചാവട്ടെ, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ജയപാലനും ദേഷ്യത്തോടെ ചോദിക്കുക. വിശാൽ അടച്ചിട്ട റൂമിൽ സങ്കടത്തോടെ കരഞ്ഞു തളർന്നിരിക്കുന്ന യമുനയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. യമുനയുടെയും വിശാലിന്റെയും മിസ്സിംഗ് വിനീത് നിവിനെ അറിയിക്കുന്നതും വിശാലിന്റെ കാർ ഒരു പെൺകുട്ടിയെയും കൊണ്ട് ചുരമിറങ്ങി പോകുന്നത് തന്റെ ഫ്രണ്ടിന്റെ CCTVയിൽ കണ്ടെന്ന് നിവിൻ പറഞ്ഞതനുസരിച്ച് അവർ നിവിനെയും കൂട്ടി യമുനയെ അടച്ചിട്ട് വീട്ടിലെത്തുന്നതും വിശാലിനെയും കൂട്ടരെയും എതിരിടുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.